എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം അധ്യായം 10 ശ്ലോകം 15 മുതൽ 23 വരെ 9 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. ഭഗവാന്റെ ഉദ്ധവോപദേശം തുടരും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 15. മന്യസേ സർവഭാവാനാം സംസ്ഥാഹ്യ ഉൽപത്തികി യഥാ തത്തദാകൃതി ഭേദേന ജായത്തെ ഭിദ്യതേ ച ധീ. അനുഭവിക്കുന്ന പദാർത്ഥങ്ങൾക്ക് നാശമുണ്ട്, അവ പരമാർത്ഥത്തിലുള്ളവയല്ല, മായാമയങ്ങളാകുന്നു എന്നും പറയാൻ പറ്റില്ല. എന്തുകൊണ്ടെന്നാൽ മാല, ചന്ദനം, സ്ത്രീ എന്നീ സുഖപദാർത്ഥങ്ങൾ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഒന്ന് പോയാൽ അതിന്റെ സ്ഥാനത്ത് മറ്റൊന്ന് വരുന്നുണ്ട്. പ്രവാഹ രൂപേണ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാകയാൽ നാശമില്ല. ഈ വിധ പദാർത്ഥങ്ങൾ ലോകത്തിൽ ഒരിക്കലും ഇല്ലാതെ വരികയുമില്ല. ന കഥാചിൽ അനീദൃശം ജഗത്. ഒരു കാലത്തിലും ഇങ്ങനെയല്ലാതെ ലോകം ഇരിക്കില്ല എന്ന് ശ്രുതിയിലും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ലോകങ്ങളും അവയിലുള്ള സുഖപദാർത്ഥങ്ങളും എപ്പോഴും ഉള്ളതാകയാൽ സൃഷ്ടികർത്തൃത്വം വഹിക്കാൻ ഒരു ഈശ്വരനും ആവശ്യമില്ല. ആവശ്യമില്ലാത്ത ഒരു ഈശ്വരനെ വെറുതെ സൃഷ്ടിക്കണ്ട. ഞാൻ സുഖമുള്ളവൻ, ഞാൻ ദുഃഖമുള്ളവൻ എന്ന് ജനങ്ങൾ പറയണത് അവരുടെ പരമാർത്ഥ അനുഭവങ്ങളാകയാൽ കൽപ്പിതം എന്നോ ഭ്രാന്തി എന്നോ പറയാൻ പാടില്ല. അതുകൊണ്ട് സുഖദുഃഖാനുഭവം പരമാർത്ഥം തന്നെ, മിഥ്യയല്ല എന്ന് മാത്രമല്ല, ആത്മസ്വരൂപമായി നിത്യമായും ഇരിക്കുന്ന ജ്ഞാനം എന്ന ഒന്നില്ലാത്തതാണ്. ജ്ഞാനമുണ്ട്, പക്ഷെ നിത്യവുമല്ല, ആത്മസ്വരൂപവുമല്ല. എന്തുകൊണ്ടെന്നാൽ ഓരോ പദാർത്ഥങ്ങളുടെ ആകൃതി ഭേദത്തെ അനുസരിച്ചുള്ള ഓരോ ജ്ഞാനം ഓരോരിക്കലും ഉണ്ടാകുന്നു. അല്പനേരം നിലനിൽക്കുന്നു, പിന്നെ നശിക്കുന്നു. അതിനാൽ നാശമില്ലാത്തതായ അറിവാണ് ആത്മസ്വരൂപം എന്ന് പറയുന്നത് ശരിയല്ല. ജ്ഞാനത്തിന്റെ പരിണാമ സ്വരൂപമാണ് ആത്മാവിനുള്ളത്. അപ്പോ വികാരിയായ ആത്മാവിന് നാശമുണ്ടല്ലോ എന്നും വിചാരിക്കണ്ട. വികാരം ജ്ഞാനത്തിന്റെ സ്വരൂപമാകയാൽ അനിത്യമല്ല, നിത്യം തന്നെ. വിക്രിയ ജ്ഞാനരൂപസ്യ ന നിത്യത്വേ വിരോത്സ്യതേ. ജ്ഞാനത്തിന് വികാരം ഉണ്ടെന്നുള്ളത് കൊണ്ട് നിത്യം അല്ലെന്ന് വരികയില്ല എന്നാണ് ഈ ശ്രുതിവാക്യത്തിന്റെ അർത്ഥം. അതുകൊണ്ട് ആത്മാവിന് ഇന്ദ്രിയാദികൾ എപ്പോഴും ഉണ്ട്. മുക്തിയിൽ ഇന്ദ്രിയാദിരഹിതനായ ആത്മാവിന് ജ്ഞാന പരിണാമത്തിന് അവകാശമില്ലാത്തതിനാൽ ജഡരൂപമായ ആ ആത്മാവിനെ പ്രാപിച്ചിട്ട് യാതൊരു പുരുഷാർത്ഥ പ്രാപ്തിയും ഇല്ലാത്തതിനാൽ പ്രവൃത്തി മാർഗം തന്നെ ശ്രേഷ്ഠം. അതിനാൽ കർമ്മം ചെയ്യണം എന്നിവയൊക്കെയാണ് മീമാംസകന്മാര് പറയുന്നത്. ഏവമപ്യംഗ സർവേഷാം ദേഹിനാം ദേഹയോഗത കാലാവയവതഃ സന്തി ഭാവാ ജന്മാദയോ സകൃത്. മേൽപ്പറഞ്ഞ രീതിയിലുള്ള അഭിപ്രായം അനർത്ഥഹേതു എന്ന് കാണിക്കാൻ അതിലുള്ള ദോഷങ്ങളൊക്കെ വെളിപ്പെടുത്താണ് ഭഗവാൻ. പൂജ്യ. മേൽപ്പറഞ്ഞ അഭിപ്രായത്തെ സ്വീകരിക്കുന്നതായാലും പ്രവൃത്തി മാർഗത്തിൽ അനർത്ഥമല്ലാതെ ഒരിക്കലും സുഖമില്ല എന്നത് സിദ്ധം തന്നെയാണ്. എന്തുകൊണ്ടെന്നാൽ ജീവികൾക്കൊക്കെയും ശരീരബന്ധമുണ്ടെന്ന് മീമാംസകന്മാരും സമ്മതിക്കുന്നുണ്ടല്ലോ. നിമേഷം മുതൽ സംവത്സരം വരെ ക്രമേണ വർദ്ധിച്ച് നാശമില്ലാതിരിക്കുന്ന കാലത്തിനുള്ളിൽ ജന്മമരണാദികൾ പ്രാപിച്ചുകൊണ്ട് തന്നെ ചുറ്റിത്തിരിയുന്ന ജീവന്മാരുടെ ദുഃഖത്തിന് അവസാനമില്ല എന്നാണ് മേൽപ്പറഞ്ഞ സംഗതി നിമിത്തം സിദ്ധിച്ചത്. എത്രയെത്ര ശരീര പരിഗ്രഹ തത്ര തത്ര ദുഃഖം. ദേഹമുള്ളവർക്കൊക്കെ ദുഃഖവും ഉണ്ടെന്നുള്ള ന്യായത്തെ മീമാംസകന്മാർക്ക് ഖണ്ഡിക്കാൻ സാധിക്കാത്തത് കൊണ്ട് അവരുടെ മതത്തെ സ്വീകരിക്കുന്നതിനാലും ദുഃഖമില്ല എന്ന് വരുന്നില്ല. അത്രാപി കർമ്മണാം കർത്തു അസ്വാതന്ത്ര്യം ച ലക്ഷ്യത്തെ ഭോക്തുശ്ച ദുഃഖസുഖയോ കോന്വർത്ഥോ വിവശം ഭജേത്. ഈ പക്ഷത്തിലും കർമ്മ കർത്താവായും സുഖദുഃഖ ഭോക്താവായും ഇരിക്കുന്ന ജീവന് സ്വാതന്ത്ര്യം ഇല്ല. ഇച്ഛയില്ലാത്ത കർമ്മങ്ങൾ നടത്തേണ്ടതായിട്ടും ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടും വരുന്നു. ഓരോ കാലത്തിൽ ഓരോ കർമ്മത്താൽ ഓരോ ഫലങ്ങൾ അനുഭവിച്ചേ കഴിയുള്ളൂ എന്നുള്ള ആ നിർബന്ധത്തിന് കീഴടങ്ങിയിരിക്കേണ്ടതായി വരുന്ന പക്ഷം പിന്നെ എന്തൊരു സുഖമാണ് അവനുണ്ടാവുക. അതുകൊണ്ട് കർത്തൃത്വവും ഭോക്തൃത്വവും സ്ഥിരവും സത്യവും ആകുന്നു എന്ന് വിശ്വസിച്ചതുകൊണ്ട് സുഖപ്രാപ്തിക്ക് ഒരു വഴിയും കണ്ടില്ല.
ന ദേഹിനാം സുഖം കിഞ്ചിത് വിദ്യതേ വിദുഷാമപി തഥാ ച ദുഃഖം മൂഢാനാം വൃഥാഹങ്കരണം പരം. സുഖം ഇല്ല എന്ന് പറയണത് ശരിയല്ല. നന്നായി കർമ്മം ചെയ്യാൻ അറിവുള്ളവർക്ക് സുഖമുണ്ട്. വേണ്ടതുപോലെ പ്രവൃത്തി ചെയ്യാതിരിക്കുന്നത് കൊണ്ടാണ് സുഖം സിദ്ധിക്കാത്തത് എന്ന് പറയുന്നതും ശരിയല്ല. എന്തുകൊണ്ടെന്നാൽ അറിവുള്ളവർക്കും അല്പം പോലും സുഖമുള്ളതായി കാണപ്പെടുന്നില്ല. ധനം അങ്ങനെ ധാരാളം വരുമ്പോ സുഖം, നശിക്കുമ്പോ ദുഃഖം, അധ്വാനിക്കുമ്പോ ശരീരക്ലേശം, ഈ വക ദുഃഖങ്ങളൊക്കെ വിദ്വാൻമാർക്കും ഉണ്ട്. മൂഢന്മാർക്കും ദുഃഖവും സുഖവും ഇടകലർന്ന് വരുന്നുണ്ട്. ഞാൻ അറിവുള്ളവൻ എന്ന് അഹങ്കരിക്കുന്നത് കൊണ്ട് എന്താ ഫലം? വാസ്തവത്തിൽ സുഖമില്ലെങ്കിൽ കേവല നാട്യം കൊണ്ട് പ്രയോജനം എന്താ ഉള്ളത്? യദി പ്രാപ്തിം വിഘാതം ച ജാനന്തി സുഖദുഃഖയോ തേപ്യഥാ ന വിദുർയോഗം മൃത്യുർന്ന പ്രഭവേൽ. യഥാ സുഖം സമ്പാദിക്കാനും ദുഃഖം കളയാനുള്ള മാർഗങ്ങളൊക്കെ അറിവുള്ളവരാണ് ഞങ്ങൾ എന്ന ഭാവം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ അങ്ങോട്ട് സമ്മതിക്കുക. എന്നാലും മരണം വരാതിരിക്കത്തക്കതായ കൗശലം അവർക്കും അറിഞ്ഞുകൂടാ എന്ന കാര്യം സമ്മതിക്കാതെ കഴിയോ? ഇല്ല. മരണം ഉണ്ടെന്നുള്ള ദുഃഖവും ഭയവും അവർക്കും ഉണ്ട്. കോന്വർത്ഥ സുഖയത്യേനം കാമോ വാ മൃത്യുരന്തികേ ആഘാതം നിയമാനസ്യ പഥ്യസ്യേവ ന തുഷ്ടിത. മരണം നേരിടുന്നത് വരെ സുഖമുണ്ടല്ലോ എന്ന് ശങ്കിക്കണ്ട. ഒരു നിമിഷ നേരം കൂടി സുഖമില്ല. എന്തുകൊണ്ടെന്നാൽ മരണശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്ന ഒരാളെ വധിക്കാനുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോ ഏതൊരു വിധം പദാർത്ഥങ്ങൾ അവന് കൊടുത്താലും അതുകൊണ്ട് അവന്റെ ഭയം തീർന്ന് സുഖം ഉണ്ടാവില്ല, നിശ്ചയം. ക്രൂരനായ ഒരു പുലി തന്നെ കണ്ടുകൊണ്ടും താൻ അതിന്റെ മുൻഭാഗത്ത് ഇരുന്നു കൊണ്ടും കാലം കഴിക്കണമെന്ന് വന്നാൽ ഒരാൾക്ക് സുഖം ഉണ്ടാവോ? നാശത്തെയും നശിപ്പിക്കുന്നതിനെയും കുറിച്ച് എല്ലാവർക്കും ഭയമുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും മരണഭീതിയുണ്ട്, നിശ്ചയം. മരണകാല നിശ്ചയം ആർക്കും ഇല്ലാത്തതിനാൽ എപ്പോഴാ മരണം വരാന്ന് ആർക്കറിയാം? അതുകൊണ്ട് എപ്പോഴും ഭയം തന്നെ. ശ്രുതം ച ദൃഷ്ടവദ്ദുഷ്ടം സ്പർദ്ധാ അസൂയാത്യയവ്യയൈ. ശ്രുതം ച ദൃഷ്ടവദ്ദുഷ്ടം സ്പർദ്ധാ അസൂയാത്യയവ്യയൈ. ഭഗവന്തരായ കാമത്വാൽ കൃഷിവച്ചാപി നിഷ്ഫലം. ഈ ലോകത്തിൽ സുഖമില്ലെങ്കിലും യാഗാദി കർമ്മങ്ങൾ വേണ്ട പോലെ നടത്തിയാൽ മരിച്ച ശേഷം സ്വർഗസുഖം അനുഭവിക്കാം. അക്ഷയം ഹവൈ ചാതുർമാസ്യയാജിന സുകൃതം. ചാതുർമാസ്യം എന്ന പുണ്യയാഗം നടത്തുന്നവർക്കുള്ള സുഹൃതത്തിന് ക്ഷയമില്ല എന്ന് വേദത്തിലും കാണുന്നുണ്ട്. അവിടെയും ദുഃഖരഹിതമായ സുഖമില്ല. സ്പർദ്ധ, അസൂയ, ക്ഷയം, ക്രമേണ നാശം ഇത്യാദി ദോഷങ്ങള് സ്വർഗത്തിലുണ്ട്. അത് തന്നെ സാധിക്കണമെങ്കിൽ ഈ യാഗമൊക്കെ ചെയ്യുന്ന സമയത്തും വിഘ്നങ്ങളും കഷ്ടമൊക്കെ വളരെ ഉണ്ട്. ലോകസുഖവും അതിനായിട്ടുള്ള അധ്വാനവും കൃഷി പോലെയാണ്. ശുദ്ധ സുഖമല്ല. അധ്വാനിച്ച് സ്വർഗാദി ലോകങ്ങൾ സമ്പാദിച്ചാലും പ്രയോജനമില്ല. അന്തരായേരവിഹതോ യദി ധർമ്മസ്വനുഷ്ഠിത തേനാവിനിർജിതം സ്ഥാനം യഥാ ഗച്ഛതി തച്ഛൃണു. ഈർഷ്യാദി ദോഷങ്ങൾ അത്ര കാര്യമാക്കണ്ട. മനുഷ്യലോകത്തിലുള്ളതിനേക്കാൾ സ്വർഗത്തിൽ സുഖമുണ്ട്. അതിനാൽ സ്വർഗം സുഖസ്ഥാനം തന്നെ എന്ന് പറയുകയാണെങ്കിൽ നാശം അവിടെയുണ്ട്. നാശഭയം തീർന്നാൽ മാത്രമാണ് സുഖം എന്ന് മുമ്പ് കാണിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് സ്വർഗസുഖം ശ്ലാഘ്യമല്ല. യാതൊരു വിഘ്നവും നേരിടാതെ വിധിപ്രകാരം സമാപ്തി വരുത്തുന്ന യാഗാദി കർമ്മങ്ങളുടെ ഫലമായി കിട്ടുന്ന ലോകവും നശിക്കുന്നതാണ്. അതിനെപ്പറ്റി പറയാന്ന് പറഞ്ഞിട്ട് ഇതാ പറയാണ് ഭഗവാൻ. ഇഷ്ട്വേഹദേവതായജ്ഞൈ സ്വർലോകം യാതിയാജ്ഞിക ഭുഞ്ജീത ദേവവത്തത്ര ഭോഗാൻ ദിവ്യാൻ നിജാർജിതാൻ. യാഗം ചെയ്യുന്നവൻ ഇന്ദ്രാദിദേവന്മാരെ യാഗാദി ക്രിയകളാൽ സന്തോഷിപ്പിച്ച് സ്വർഗാദി ലോകങ്ങളെ പ്രാപിക്കുന്നു. അവിടെ ദേവനെ പോലെ താനും തനിക്ക് അവകാശപ്പെട്ട സുഖങ്ങള് അനുഭവിക്കും. ബാക്കിയുള്ള ശ്ലോകങ്ങൾ നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.